ഒന്നിരട്ടി ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങും. ഈ അടുത്ത കാലത്തായിട്ട് സ്വന്തം കഴിവിലൊക്കെ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ടോ? സ്വന്തം കോൺഫിഡൻസ് ചോർന്നു പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താവും എന്നൊരു ക്വസ്റ്റ്യൻ വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? കൺഗ്രാറ്റുലേഷൻസ്, ഇറ്റ്സ് എ സൈൻ ദാറ്റ് യു ആർ ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. നമുക്ക് പരിചിതമായ നമ്മുടേതായ കംഫർട്ട് സോണിൽ നിന്നും നമ്മൾ പുറത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് സാധാരണ പേടി ഉണ്ടാവാറ്. കംഫർട്ട് സോണിൽ പേടിക്കാനൊന്നുമില്ല, പക്ഷെ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അതുവരെ പരിചിതമല്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ, നമ്മുടെ തന്നെ ഉള്ളിലുള്ള ഒരുപാട് നമ്മൾ അറിയാതെ തന്നെ തുടർന്നു വന്നിരുന്ന അൺകോൺഷ്യസ് ആയിട്ടുണ്ടായിരുന്ന പാറ്റേൺസ്, നമ്മുടെ ഹാബിറ്റ്സ്, നമ്മുടെ ബിഹേവിയേഴ്സ്, നമ്മൾ പഠിച്ചിരുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മളെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ കംഫർട്ട് സോണിന് പുറത്ത് നമ്മളെ എല്ലാ അർത്ഥത്തിലും ചലഞ്ച് ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ മുന്നോട്ടുള്ള വളർച്ചയുടെ പ്രചോദനവും. അപ്പോൾ നമുക്ക് പേടി തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് കാരണം മറ്റുള്ളവർ പേടിച്ചിരിക്കുന്ന ഒരു കാര്യം, അതായത് കംഫർട്ട് സോണിന് പുറത്ത് വരിക എന്ന വലിയൊരു കാര്യം ചെയ്യുവാനുള്ള വലിയ ധൈര്യം നമ്മൾ കാണിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതാണ് പരമപ്രധാനം. ആ ഒരു ധൈര്യം കാണിച്ചതുകൊണ്ടാണ് പിന്നീട് നമുക്ക് ഈ മറ്റ് ഭയങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നത്. മറ്റ് ഫിയേഴ്സ്, മറ്റ് ഷാഡോസ്, നമ്മുടെ തന്നെ ഷാഡോസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ ഇതൊക്കെ ചെയ്തേ പറ്റൂ. ഇതൊക്കെ ചെയ്ത് പുറത്തേക്ക് വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ തന്നെ, നമ്മൾക്കൊരിക്കലും കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ സ്വപ്നം പോലും കാണാൻ സാധ്യതയില്ലാതിരുന്ന നമ്മുടെ മറ്റൊരു വേർഷനെ നമ്മൾ കാണാനായിട്ട് തുടങ്ങുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഫ്യൂച്ചർ വേർഷൻ, നമ്മുടെ തന്നെ ഭാവിയിലെ അതിമനോഹരമായ ആ ഒരു വേർഷൻ നമുക്ക് ഈ കലുഷിതമായ കടലിനപ്പുറത്ത് നമുക്കത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടി അത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു വേർഷനിലേക്ക് എത്താനുള്ള വെളിച്ചം നമ്മുടെ ഉള്ളിലുണ്ട് താനും. ആ ഒരു വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൽ ഈ പറയുന്ന പേടികളും സംശയങ്ങളും നമ്മുടെ തന്നെ ശീലിച്ചു വന്ന പാറ്റേൺസും നമുക്ക് നേരിടുക തന്നെ ചെയ്യാം. നേരിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പുതിയതായിട്ട് മാറ്റങ്ങളിലേക്ക് ചുവടുവെച്ച് എല്ലാവരും, കരിയർ ആയിക്കോട്ടെ, റിലേഷൻഷിപ്സ് ആയിക്കൊള്ളട്ടെ, പേഴ്സണൽ ഇൻവേർഡ് ജേർണി ആയിക്കൊള്ളട്ടെ, പുതിയതിലേക്ക് നല്ലതിലേക്ക് ചുവട് വെച്ചിരിക്കുന്ന എല്ലാവരും ധീരന്മാരും ധീരകളുമായ യോദ്ധാക്കളാണ്. നമ്മൾ ആ ഒരു വെളിച്ചം കൊണ്ട്, നമ്മുടെയൊക്കെ ഉള്ളിലുള്ള വെളിച്ചം കൊണ്ട് ആ ഒരു ഫ്യൂച്ചർ വേർഷനിലേക്ക് നമ്മുടെയും നമ്മളിലൂടെ ചുറ്റുമുള്ളവരുടെയും ഫ്യൂച്ചർ ബെറ്റർ വേർഷനിലേക്ക് കടന്നു പോകാനുള്ള ഊർജം നമുക്ക് എല്ലാവർക്കും നമ്മളിൽ നിന്ന് തന്നെ സംഭരിക്കാം. നന്ദി.